ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മൂർത്തി ഇപ്പോഴും അവന്തിക അസോസിയേറ്റിന്റെ സ്റ്റാഫാണോ? അതാ എനിക്കറിയേണ്ടത്. മൂർത്തി ഇപ്പോ അവന്തിക അസോസിയേറ്റ്സിലെ സ്റ്റാഫ് അല്ല. വേറെന്തേലും അറിയണോ? വേണ്ട, എനിക്കറിയേണ്ടതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ചാവി ഇങ്ങെടുക്ക്, വണ്ടി ഞാൻ എടുക്കാം, നീ കേറ്. അമ്മേ, ഇങ്ങോട്ടാ, ഞാനും കൂടി സഹായിക്കാം. ഓഹോ, അപ്പൊ നിന്റെ അഭിപ്രായമൊക്കെ മാറിയോടി? അവന്തികയുടെ വരവോടെ ഞാനതൊക്കെ മാറ്റി. അവന്തിക വന്നപ്പോഴാണോ അതോ കളക്ടർ വന്നപ്പോഴാണോ നിന്റെ അഭിപ്രായം മാറിയത്? അത് പിന്നെ രണ്ടും ഒരുമിച്ചല്ലേ സംഭവിച്ച. എന്തായാലും ഇന്ന് മുതൽ പഴങ്കഞ്ഞി കടയിൽ ഞാൻ അമ്മയെ സഹായിക്കാൻ തീരുമാനിച്ചു. അതെന്തായാലും നന്നായി. അല്ല, സന്ദീപ് എവിടെ? പുറത്ത് അനഘയുടെയും മീരടുത്തിയുടെയും കൂടെ കസേരയും മേശയൊക്കെ തുടക്കുക. അപ്പൊ മിക്കവാറും ഇന്ന് കാക്ക മലന്ന് പറക്കും. നീ അവനെ കളിയാക്കൊന്നും വേണ്ട. അതെ, ഇവളെ എതിർത്തുകൊണ്ടാ അവൻ എതിരായിട്ട് പറഞ്ഞത്. ഓ, ഭാര്യയെ പേടി. ബി പി ഏട്ടോ. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് അവളെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഓ, സമ്മതിച്ചേ. പക്ഷെ മുഖത്തിപ്പോഴും ആ പേടി കാണുന്നുണ്ട്. എന്തായാലും കളക്ടർ വന്ന് പഴങ്ങഞ്ഞി കുടിച്ചിട്ട് പോയതോടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കടയ്ക്ക് നല്ല ഹൈപ്പായിട്ടുണ്ട്. ഇനി നമ്മുടെ കച്ചവടം പച്ച പിടിക്കും. ഓരോ തവണ ഓരോന്ന് പച്ച പിടിക്കുമ്പോഴാണല്ലോ എന്റെ ചേച്ചിയുടെ ആൾക്കാർ വന്ന് എല്ലാം നശിപ്പിക്കുന്നത്. കളക്ടറുടെ വരവോടുകൂടി ഇനി അതിനാരും ധൈര്യപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനല്ലേ ആന്റിയോട് പറഞ്ഞിരിക്കുന്നത്. അമ്മേ, എന്തായാലും അമ്മ കളക്ടർ ശാലിനി അടുത്ത് നിന്ന് വിളിക്കണം. എന്തിനാണ്? ലോനപ്പച്ചന്റെ മോളുടെ കല്യാണത്തിന്റെ തീയതി എടുത്തു വരിക. ഞാൻ മറിക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. നമ്മളങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. കളക്ടർ അത് നോക്കി ശരിയാക്കി തരുമായിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളാകെ പെട്ടുപോകും. വേറെ ഒരു മാർഗവുമില്ല. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കത്തില്ല. കട തുറക്കുന്നേ ഉള്ളോ? അതെ, എല്ലാം റെഡിയാവുന്നേ ഉള്ളൂ. കളക്ടർ കുടിച്ച പഴങ്കഞ്ഞി ഇപ്പൊ വൈറലാ. സോഷ്യൽ മീഡിയയിലെ വീഡിയോ കണ്ടപ്പോ തൊട്ട് വരണം വിചാരിക്കുക. ഇനി ഒരു ഗ്രൂപ്പ് ആളുകൾ വരുന്നുണ്ട്. ഓ, ആയിക്കോട്ടെ. മൊത്തം 10-15 പേര് കാണും. ഇപ്പൊ റെഡിയാക്കി തരാം. അനക്കെ വേഗം അമ്മയോട് പഴങ്കഞ്ഞി കൊണ്ടുവരാൻ പറ. ശരി, ഇരിക്കേ. കൈ കഴുകാൻ വെള്ളം എവിടെയാ? അവിടെ ഉണ്ട്. കൈ കഴുകി കൊണ്ടിരുന്നോളൂ. കൈ കഴുകിട്ട് വരാം. സന്ദീപേട്ടാ, പെട്ടെന്ന് റെഡിയാക്ക്. ഇത് മോളൊന്ന് കഴുകിയെടുത്തേ. ആന്റി, പഴകഞ്ഞി കുടിക്കാൻ 3-4 പേര് വന്നിട്ടുണ്ട്. ഇനി അവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് ആളുകൾ കൂടി വരാനുണ്ടെന്ന്. വേഗം വേണം. അയ്യോ, എല്ലാവരും കൂടി 10-15 പേര് കാണുമെന്നാ പറഞ്ഞ്. അയ്യോ, ഇത്രയും പേര് ഒരുമിച്ചോ? എന്റെ ദൈവമേ, ഇത്രയും പേരൊന്നും ഒരുമിച്ച് എന്റെ കയ്യിൽ നിൽക്കത്തില്ല. ആന്റി ടെൻഷൻ ആവണ്ട, ഞങ്ങൾ എല്ലാവരും ഇല്ലേ. എന്നാലും ആളുകൾ പിന്നെയും വരുന്നുണ്ട്. ഇവരുടെ കൂടെ ഉള്ളവരായിരിക്കും. ചേട്ടാ, ഇത് നിങ്ങളുടെ കൂടെ അല്ല, അവര് വരുന്നതേ ഉള്ളൂ.
കളക്ടർ വന്ന് ഭക്ഷണം കഴിച്ച സ്ഥലം ഇതല്ലേ? അതെ, വരൂ. കളക്ടർ ആ സോഷ്യൽ മീഡിയക്കാരോടെ ഈ പഴങ്കഞ്ഞിയുടെ രുചിയെക്കുറിച്ച് പറയുന്ന കേട്ട് തപ്പിപ്പിടിച്ച് വന്നതാ. ഓ, പഴങ്കഞ്ഞി ഉണ്ടല്ലോ അല്ലേ? റെഡി ആവുന്നേ ഉള്ളൂ. ഇപ്പൊ കൊണ്ടുവരാം ഏട്ടാ, ഞാൻ പോയി എടുത്തിട്ട് എടുത്തോ. ശരി ഏട്ടാ, ദേ അവിടെ കൈ കഴുകുന്നേ. ആ, ഇവിടെയാണല്ലേ? അങ്ങോട്ട് തോളൂ. അമ്മേ വേഗം എടുക്കമ്മേ, പിന്നെയും കാറിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞവരാണോടി? അല്ല, ഇത് വേറെ ആൾക്കാരാ. എന്റെ ദൈവമേ, എല്ലാവർക്കും കൂടെ ഇത് കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും അമ്മേ. അമ്മ വാ. അപ്പൊ കളക്ടറുടെ വരവ് പൊളിച്ചു. അമ്മ പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊടുക്കാം. വാ, ഇതുകൂടെ എടുത്തു. നടക്ക്. നിർത്ത്. ഒതുക്ക്. ആ വിട്ടോ. പോ. അവൻ വല ഒട്ടിച്ച് പോയല്ലേ? നമ്മൾ അവനെ തിരയുന്നുണ്ടെന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ അവന് കിട്ടിക്കാണും. എല്ലാ വഴികളും അടച്ചു പരിശോധിക്കണം. ഒരു കാരണവശാലും മൂർത്തി നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. Yes, sir. സാർ, ഒരു വാഹനവും പരിശോധിക്കാതെ വിടരുത്. ശരി സാർ. ശരി സാർ. എന്താ സാർ പതിവില്ലാതൊരു കോൾ? എന്നെ കൊണ്ട് എന്തേലും സഹായം ആവശ്യമുണ്ടോ? എനിക്കറിയാം നിങ്ങളുടെ സഹായങ്ങള് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ടെന്ന്. ഞാനും അത്തരം ഒരു സഹായത്തിനാണ് വിളിച്ചത്. ഓ, എന്താണാവോ ഞാൻ സാറിന് ചെയ്യേണ്ട സഹായം? മൂർത്തി, നിങ്ങളുടെ സന്തത സഹചാരി, അയാളെക്കുറിച്ച് എനിക്കറിയേണ്ടത്. മൂർത്തിയെക്കുറിച്ച് എന്താ സാറിന് അറിയേണ്ടത്? മൂർത്തി ഇപ്പോഴും അവന്തിക അസോസിയേറ്റിന്റെ സ്റ്റാഫാണോ? അതാ എനിക്കറിയേണ്ടത്. മൂർത്തി ഇപ്പോ അവന്തിക അസോസിയേറ്റ്സിലെ സ്റ്റാഫ് അല്ല. വേറെന്തേലും അറിയണോ? വേണ്ട, എനിക്കറിയേണ്ടതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. വേറെന്തെങ്കിലും? ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു വഴി മാത്രമല്ലല്ലോ, പല വഴികളും ഉണ്ടല്ലോ. മേഡത്തിന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞാൻ വിളിച്ചോളാം.